അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1515, സൂറത്തുൽ ഇസ്രാ 83-84 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر كان يئوسا قل كل يعمل على شاكلته فربكم أعلم بمن هو أهدى سبيلا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإذا أنعمنا على الإنسان, നാം മനുഷ്യന് അനുഗ്രഹം ചെയ്തു കൊടുത്താൽ, അയറള വനആ ബിജാനിബിഹി, അവൻ പിന്തിരിയുകയും തന്റെ പാട്ടിന് പോവുകയും ചെയ്യും. വൈദാ മസ്സഹു ശർറു, അവന് വല്ല തിന്മയും ബാധിച്ചാൽ, കാന യഊസ, അവൻ വളരെ നിരാശനായിത്തീരുന്നു. ഖുൽ, നബിയ അങ്ങ് പറയുക, കുല്ലുൻ യഅമലു അലാ ഷാക്കിലത്തി, ഓരോ മനുഷ്യനും തന്റെ മാർഗമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഫറബ്ബുക്കും, എന്നാൽ നിങ്ങളുടെ നാഥനായ അല്ലാഹു അഅലമു, അവൻ ഏറ്റവും അറിയുന്നവനാകുന്നു. ബിമൻ ഹുവ അഹ്ദാ സബീല, ഏറ്റവും നേർമാർഗം പ്രാപിച്ചവൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ കഴിഞ്ഞ സൂക്തത്തിൽ ഈ ഖുർആൻ വിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമാണെന്നും അക്രമികൾക്ക് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല എന്നും നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ പറഞ്ഞതിന്റെ ഒരു സ്ഥിരീകരണവും കൂടിയാണ് ഈ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത്. പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ഒരു ദുസ്വഭാവമാണ് അല്ലാഹു ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. 83-ാം വാക്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർക്കവൻ അനുഗ്രഹം ചെയ്തു കൊടുത്താൽ, ആ അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹുവിന്റെ കഴിവിനെയോ അല്ലെങ്കിൽ അവൻ നൽകിയ അനുഗ്രഹത്തിന്റെ മഹത്വം മനസ്സിലാക്കി അല്ലാഹുവിന് നന്ദി ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം ഇത് എന്റെ പവറും മഹത്വവുമാണ് എന്ന് ധരിച്ച് അഹങ്കാരിയായി മാറുകയും അതിശക്തമായ തലക്കനത്തിന്റെ വക്താവായി മാറുകയും ചെയ്യുന്നു. അനുഗ്രഹം നൽകിയ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നതിന് പകരം ഇതൊക്കെ ഞാൻ സ്വന്തമായി നേടിയെടുത്തതാണ് എന്ന ഹുങ്കായിരിക്കും അവനുണ്ടാവുക. ഇത്തരം സ്വഭാവമുള്ള ഒരുപാട് ആളുകളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖാറൂൻ മുതലാളിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോൾ അവന്റെ അഹങ്കാരവും ധിക്കാരവുമൊക്കെ അതിരുവിട്ടപ്പോൾ പലരും അയാളോട് ഉപദേശിച്ചു, ഈ പോക്ക് പോകുന്നത് അപകടമാണ് എന്ന്. ആ സമയത്ത് അവൻ പറഞ്ഞ മറുപടി, ഇതൊക്കെ എന്റെ കഴിവും അറിവും സാമർഥ്യവും കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ആരോടും പ്രത്യേകം കടപ്പെട്ടവനല്ല, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുമെന്ന അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായിട്ടുള്ള ശിക്ഷ നൽകി അവന് തിരിച്ചടിച്ചുവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കാണാം ധാരാളം ആളുകൾ അവർക്കെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങളും സാമ്പത്തികമായ അഭിവൃദ്ധിയും മറ്റേതെങ്കിലും മേഖലയിലുള്ള പ്ലസ് പോയിന്റുകളുമൊക്കെ അനുഭവിക്കുമ്പോൾ അത് അവരുടെ സ്വന്തം പവറിന്റെയും മഹത്വത്തിന്റെയും മാനദണ്ഡമായി അല്ലെങ്കിൽ അതിന്റെ രേഖയായി കാണിക്കുകയും വല്ലാത്ത അഹങ്കാരത്തിന്റെ സ്വഭാവം സ്വീകരിക്കുകയും ചെയ്യുന്നു. തന്റെ കഴിവും സാമർഥ്യവും യോഗ്യതയുമൊക്കെയാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് എന്ന മിഥ്യാധാരണ അവൻ വെച്ച് പുലർത്തുന്നു. എന്നാൽ ആ മനുഷ്യന് തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ തിരിച്ചടികളോ നേരിടുമ്പോൾ അതിശക്തനായ നിരാശ ബാധിച്ച ആളായി മാറുകയും ഇനി എനിക്ക് രക്ഷയില്ല എന്ന് പറയുന്നൊരു വല്ലാത്ത ശൈലിയിലേക്ക് അവൻ അസ്വസ്ഥനാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു യഥാർത്ഥ മനുഷ്യൻ ഇങ്ങനെ ആവാൻ പാടില്ല തന്നെ എന്ന ഉത്ബോധനമാണ് അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ടാണ് പടച്ചോൻ തുടർന്ന് പറഞ്ഞത്, ഓരോരുത്തരും അവരവരുടെ പ്രകൃതമനുസരിച്ച് മാർഗമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ചാൽ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ചിന്താഗതി, അതിനനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കുന്നു.
എന്നാൽ ആ ചിന്താഗതികൾ പലപ്പോഴും റോങ് ആയിരിക്കും. ആ ചിന്താഗതികൾ ശരിയായ നിലപാടിന്റെ അഭാവത്തിലായിരിക്കും അത്തരമൊരു ചിന്താഗതി അവർ ക്രമീകരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അപകടകരമായ വിധത്തിൽ തിന്മയുടേതായിട്ടുള്ള സ്വഭാവത്തിലേക്ക് അവൻ എത്തിപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും. എന്നാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് യഥാർത്ഥ മാർഗവും ശരിയായ രീതിയും സ്വീകരിക്കുന്നവരാരാണ് എന്ന് അള്ളാഹു നന്നായി അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള അഹങ്കാരികൾക്കും ധിക്കാരികൾക്കുമൊക്കെയുള്ള കടുത്ത താക്കീതാണെന്ന് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉൾപ്പെടെ വിശദീകരിക്കുന്നത് കാണാം. മക്കയിൽ ജീവിച്ചിരുന്ന വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന അഹങ്കാരിയായ മനുഷ്യന്റെ വിഷയത്തിലാണ് ഈ 83-ാം സൂക്തം അവതരിച്ചത് എന്ന് മഹാന്മാരായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ പറയുന്നുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാന കാരണം, എന്നാൽ അതേ സ്വഭാവം സ്വീകരിക്കുന്ന എല്ലാവർക്കും ഇപ്പറഞ്ഞ നിയമം ബാധകവും ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി, യുഖ്ദിറു തആല അൻ നഖ്സിൽ ഇൻസാനി മിൻ ഹൈസു ഹുവ, മനുഷ്യൻ എന്ന നിലക്ക് തന്നെയുള്ള അവന്റെ ഒരു പോരായ്മയും കുറവുമാണ് അല്ലാഹു തആല ഈ സൂക്തത്തിൽ വൈദാ അൻഅംനാ അലൽ ഇൻസാനി അഅറള വനആ ബിജാനിബി, മനുഷ്യന് നാം അനുഗ്രഹം ചെയ്തു കൊടുത്താൽ അവൻ അള്ളാഹുവിൽ നിന്ന് പിന്തിരിയുകയും അവൻ അവന്റെ പാട്ടിന് പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ഒരു ന്യൂനതയാണ്, ഒരു പോരായ്മയാണ്. ഇല്ലാമൻ അസമല്ലാഹു തആല ഫീ ഹാലതൈ സറാഇഹി വദറാഇഹി, സന്തോഷവേളയിലും ദുഃഖത്തിന്റെ സന്ദർഭത്തിലും വിഷമത്തിന്റെ സന്ദർഭത്തിലും അള്ളാഹു കാവൽ നൽകിയിട്ടുള്ള ആളുകൾ ഒഴിച്ച്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകിയിട്ടുള്ള, അവൻ അനുഗ്രഹം നൽകിയിട്ടുള്ള ആളുകൾ, അവർക്ക് സന്തോഷം വന്നാലും സന്താപം വന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം തീരുമാനിക്കുന്ന ഫൈനൽ അതോറിറ്റി എന്ന് മനസ്സിലാക്കുകയും, സന്തോഷം വരുമ്പോൾ ശുക്റും വിഷമം വരുമ്പോൾ സബറും, അഥവാ സന്തോഷം വരുമ്പോൾ നന്ദിയും സങ്കടം വരുമ്പോൾ ക്ഷമയും കൈക്കൊണ്ട് മുന്നോട്ടു പോകുന്ന രീതി സ്വീകരിക്കും അവരാണ് യഥാർത്ഥത്തിൽ ശരിയായ മാർഗം സ്വീകരിക്കുന്നവർ. ഇതാണ് ഈ 84-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, ഫറബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല, ഏറ്റവും നല്ല മാർഗം സ്വീകരിച്ച് ശരിയായ രീതിയിൽ തുടരുന്നവരാരാണെന്ന് തങ്ങളുടെ നാഥനായ അള്ളാഹുവിന് അറിയാമെന്ന്. അപ്പോ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, മനുഷ്യന്റെ പോരായ്മ, അള്ളാഹു പ്രത്യേകം കാവൽ നൽകിയിട്ടുള്ളവരല്ലാത്തവരുടെ പോരായ്മ എന്താണ്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നഹു ഇദാ അൻഅമല്ലാഹു അലൈഹി ബിമാലിൻ വആഫിയ, അല്ലാഹു സമ്പത്തും അതേപോലെ ശാരീരിക സൗഖ്യവും ഒക്കെ നൽകിയാൽ, അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള പുരോഗതിയുടെ മേഖലകളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരവും സഹായവും നൽകിയാൽ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ഓരോ പുരോഗതിയുടെയും അതേപോലെ തന്നെ വിജയത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിക്കാൻ അവസരം നൽകിയാൽ, അയറലാൻ തആത്തില്ലാഹി വ ഇബാദത്തിഹി വനആ ബിജാനിബി, അള്ളാഹുവിനെ ആരാധിക്കുകയും അവനെ ഇബാദത്തെടുക്കുകയും ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുകയും അവൻ അവന്റെ പാട്ടിന് പോവുകയും ചെയ്യുന്നു. അതായത് ശരിയായ റൂട്ട് സ്വീകരിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതിനു പകരം ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് അള്ളാഹു നൽകിയതാണെന്നും ഞാനതിന് അവനോട് കടപ്പെട്ടവനാണെന്നും ചിന്തിക്കുന്നതിന് പകരം ഇതൊക്കെ എന്റെ സ്വന്തം വകയാണ് എന്ന് അഹങ്കരിച്ച് അവൻ അവന്റേതായിട്ടുള്ള ഒരു പ്രത്യേക ലോകത്തേക്ക് പോകുന്നു. ഈ സന്ദേശം ഖുർആൻ പലയിടത്തും നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായി സൂറത്ത് യൂനുസിന്റെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഫലമ്മ കശഫ്ന അൻഹു ദുർറഹു മർറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സ, എന്തെങ്കിലുമൊക്കെ പ്രയാസവും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന മനുഷ്യൻ ആ വിഷമങ്ങളും പ്രതിസന്ധികളുമൊക്കെ പരിഹരിച്ചു കൊടുത്താൽ, അള്ളാഹു അത് ഒഴിവാക്കി കൊടുത്താൽ, ഇത്തരമൊരു ബുദ്ധിമുട്ട് നേരത്തെ ബാധിച്ചിട്ടേയില്ല എന്ന പോലെയുള്ള ഒരു തിരിഞ്ഞു നടത്തമാണ് അല്ലെങ്കിൽ ഒരു നന്ദികേടിന്റെ സ്വഭാവമായിരിക്കും അവർ സ്വീകരിക്കുക. അതേസമയത്ത് അതാണ് ഇവിടെ വൈദാ അൻഅംനാ അലൽ ഇൻസാൻ, മനുഷ്യന്റെ മേലിൽ നമ്മൾ അനുഗ്രഹം ചെയ്തു കൊടുത്താൽ അയറള, അവനതിന് നന്ദി ചെയ്യുന്നതിന് പകരം പിന്തിരിഞ്ഞു പോകുന്നു, വനആ ബിജാനിബിഹി, അവന്റെ വഴിക്ക് പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് അവന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നതിന് പകരം അവൻ അവന്റേതായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് മുന്നോട്ട് പോകുന്നു, അഹങ്കാരവുമായി. അതേസമയത്ത് വൈദാ മസ്സഹു ശർറു കാന യഊസ, തിന്മ അവനെ ബാധിച്ചാൽ അവൻ വളരെ നിരാശനാകുന്നു, വല്ലാത്ത നിരാശനാകുന്നു എന്ന് പറഞ്ഞാൽ കാനത്തായ യഊദ
യഹ്സുലു ലഹു ബഅദ ദാലിക ഖൈർ. ഇനി ഇതുപോലത്തെ ഒരു നന്മ തനിക്ക് വീണ്ടും വരുമെന്ന പ്രതീക്ഷയേ ഇല്ലാത്ത വിധം അവൻ എല്ലാ അർത്ഥത്തിലും നിരാശ ബാധിച്ചവനായി മാറുന്നു. എന്നാൽ ഒരിക്കലും ഇങ്ങനെയല്ല ഒരു മനുഷ്യൻ ആവേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവർ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നവരാണ്. ആ നന്ദി രേഖപ്പെടുത്തുന്നവരെ അല്ലാഹു തആല കൂടുതൽ അനുഗ്രഹം നൽകി അവരെ അല്ലാഹു സന്തോഷിപ്പിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹു പറയുന്നു. ഇനി നന്ദികേടാണ് കാണിക്കാൻ പരിപാടിയെങ്കിലോ അല്ലാഹുവിന്റെ കടുത്ത ശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുമെന്ന് താക്കീതും അല്ലാഹു തആല നൽകുന്നുണ്ട്. അപ്പോ കാര്യം വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ പഠിപ്പിക്കുന്ന ഈ ഒരു ഉത്ബോധനം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷങ്ങളും അതേപോലെ തന്നെ സമൃദ്ധിയുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് തന്നവനായ നാഥനെ നമ്മൾ മറക്കരുത്, അവനെ വെല്ലുവിളിക്കരുത്, സ്വയം അഹങ്കാരത്തിന്റെയും തലക്കനത്തിന്റെയും രീതി സ്വീകരിക്കരുത്. അതേസമയത്ത് വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് വരുന്നതെങ്കിൽ എപ്പോഴെങ്കിലും ഇതിനും ഒരു മാറ്റം അല്ലാഹു തരുമെന്ന പ്രതീക്ഷയോടുകൂടെ ജീവിതം കരുപ്പിടിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന രീതിയും സ്വീകരിക്കണം. സന്തോഷാണ് വരുന്നതെങ്കിലും സങ്കടാണ് വരുന്നതെങ്കിലും അതെല്ലാം എനിക്ക് എന്റെ നാഥൻ നൽകിയതാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷം വരുമ്പോൾ ശുക്റും സങ്കടം വരുമ്പോൾ സബറും ക്ഷമയും കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത് എന്നാണ് അല്ലാഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കുൽ നബിയെ തങ്ങൾ പറയുക, കുല്ലുൻ ഓരോരുത്തരും യഅമലു അലാ ഷാക്കിലത്തിഹി, അവൻ തന്റെ മാർഗമനുസരിച്ച്, ഷാക്കിലത്ത് വെച്ചാൽ തന്റെ ദീനനുസരിച്ച് എന്നും തന്റെ സംസ്കാരമനുസരിച്ച് എന്നും തന്റെ പ്രകൃതമനുസരിച്ച് എന്നും ഒക്കെ പണ്ഡിതന്മാർ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഏറെക്കുറെ ഒരേ ആശയം സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഓരോരുത്തരും അവരവരുടെ ശൈലിയും സ്വഭാവം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശൈലി അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ചിലത് അല്ലാഹു പൊരുത്തപ്പെടുന്നതായിരിക്കും, ചിലത് അല്ലാഹുവിന്റെ ദേഷ്യത്തിന് കാരണമാകുന്നതായിരിക്കും. അതാണ് ഫറബ്ബുക്കും. അപ്പോൾ നിങ്ങളുടെ നാഥനായ അല്ലാഹു അഅലമു, അവൻ ഏറ്റവും അറിയുന്നവനാണ്, ബിമൻ ഹുവ അഹ്ദാ സബീല, ഏറ്റവും ശരിയായ മാർഗം പിന്തുടരുന്നവരാരാണെന്ന് നിങ്ങളുടെ നാഥനായ അല്ലാഹു നന്നായി അറിയുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ അവരെന്തു പ്രവർത്തിക്കുന്നുവെങ്കിലും അവരവരുടേതായിട്ടുള്ള താൽപര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവൻ ശരിക്കും ചെയ്യേണ്ടത് ചെയ്തോ ചെയ്തില്ലേ എന്നതൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ട രക്ഷയോ ശിക്ഷയോ അള്ളാഹു നൽകുമെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു. വഹാദിഹിൽ ആയ, ഈ സൂക്തം, അതായത് ഖുൽ കുല്ലു യഅമലു അലാ ഷാക്കിലത്തിഹി എന്ന് പറയുന്ന ഈ സൂക്തം തഹ്ദീദുൽ ലിൽ മുശ്രിക്കീന വ വഈദുൽ ലഹും, സത്യനിഷേധികൾക്കുള്ള കടുത്ത താക്കീതും അതേപോലെ അവരെ ശക്തമായി ഭയപ്പെടുത്തി അറിയിക്കുന്ന ഒരാശയവുമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കളികൾ കളിച്ചാലും നിങ്ങൾക്ക് ശരിക്കും തരേണ്ടത് എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുമെന്ന കടുത്ത താക്കീതിന്റെ സ്വഭാവമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ റബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശരിയായ മാർഗം പിന്തുടരുന്നവൻ ആരാണെന്ന് അല്ലാഹു നന്നായിട്ട് അറിയാം. എന്നിട്ടോ വസയജ്സി കുല്ല ആമിലിൻ ബി അമലിഹി, ഓരോ പ്രവർത്തിക്കുന്നയാൾക്കും അവന്റെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള പ്രതിഫലം അല്ലാഹു നൽകുകയും ചെയ്യും. കാരണം ഫഇന്നഹു ലാ തഖ്ഫ അലൈഹി ഖാഫിയ, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ മേലിൽ ഒരു സംഗതിയും അവ്യക്തമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ എന്തൊക്കെ വേണം എന്നതിനാവശ്യമായിട്ടുള്ള ഉത്ബോധനം അല്ലാഹു നൽകിയിരിക്കുന്നു. ആ ഉത്ബോധനത്തിന്റെ ചുവട് പിടിച്ച് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് നൽകിയ അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുന്ന രീതി സ്വീകരിച്ചും, വിഷമങ്ങൾ വരുമ്പോൾ അല്ലാഹു ആകുന്ന യജമാനൻ ഇപ്പോൾ എനിക്ക് കണക്കാക്കിയത് അതാണ്, ക്ഷമയോടുകൂടെ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയാനുള്ള വിശാല മനസ്സ് കാണിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രതിഫലവും സന്തോഷകരമായിട്ടുള്ള അവസ്ഥയും നൽകും. അതേസമയത്ത് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കുകയും പ്രയാസങ്ങൾ വരുമ്പോൾ നിരാശാകാമുകനായി മാറുകയും ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായി ശിക്ഷിക്കും.
അള്ളാഹു നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.